नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में हमारा सोना हिरणी नामक रेखा चित्र समाप्त हो गया। महादेवी वर्मा के बारे में पढ़ा। അപ്പോൾ നമ്മൾ മഹാദേവി വർമ്മയുടെ ആ ഒരു രേഖാചിത്രമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. നമ്മൾ സോന ഹിരണിയുടെ നമുക്ക് സാരാംശം നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, നോക്കാം. सोना हिरणी महादेवी वर्मा का रेखा चित्र है जिसमें उन्होंने अपनी पालतू हिरणी के माध्यम से मानवीय करुणा को स्वर दिया है. പ്രകൃതി സ്നേഹിയാണ് നമ്മുടെ മഹാദേവി വർമ്മ എന്ന് പറയുന്നത്. പ്രകൃതിയിലെ ചെടികളെയും മരങ്ങളെയും പക്ഷികളെയും ഒക്കെ മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ സോന ഹിരണി എന്ന് പറയുന്നത് മഹാദേവി വർമ്മയുടെ രേഖാചിത്രമാണ്. അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ളൊരു സംഭവമാണത്. അത് ചിത്രമായിട്ട് വരച്ച് കാണിക്കുന്നത്. ജിസ്മെ ഉനോനെ അപ്പനി പാൽത്തു ഹിരണിക്ക് മാധ്യം സെ, ഇതിലെ മഹാദേവി വർമ്മ അവരുടെ വളർത്തുമാനായ സോനയുടെ മാധ്യമത്താൽ മാനവീയ കരുണാക്കോ സ്വർദിയാഹെ, അതായത് മാനുഷിക മൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ കരുണ എന്ന് പറയുന്നതിന് സ്വരം കൊടുക്കുകയാണ് ചെയ്തത്. അതായത് മാനവികമായിട്ടുള്ള അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങൾ എന്താണെന്ന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. കരുണ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. സോന ഹിരണി കി മാം കോ കിസി ശിക്കാരീനെ മാർ ദിയ, സോന ഹിരണിയുടെ അമ്മയെ ഏതോ ഒരു വേട്ടക്കാരൻ കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ വേട്ടക്കാരൻ വേട്ടയാടാൻ വന്ന സമയത്ത് നമ്മുടെ സോനയുടെ അമ്മ പ്രസവിച്ച സമയമായിരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെടാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചില്ല, കുഞ്ഞിനും ഓടാൻ സാധിച്ചില്ല. അങ്ങനെയാണ് വേട്ടക്കാരൻ കൊല്ലുന്നത്, ഈ കുഞ്ഞിനെ അമ്മേനെയും കൂടി കൊണ്ടുപോകുന്നത്. അപ്പോൾ വേട്ടക്കാരൻ കൊല്ലുകയാണ് ചെയ്ത് ഉസേ ശിശു കി രക്ഷാമേ മാം നെ പ്രാൺ ത്യാഗനെ പർ ശിക്കാരി ഉസ് നവജാത ശിശു കോ ഉഠാലായ. എന്താ പറയുന്നത്, ആ കുഞ്ഞിനെ, അതായത് സോന എന്ന് പറയുന്ന ഈ മാൻകുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് മാമിനെ പ്രാൺ ത്യാഗനേപ്പർ, അമ്മ എന്ത് ചെയ്തു, അതിൻ്റെ ജീവൻ വെടിഞ്ഞിട്ടാണ് രക്ഷിച്ചത് പറയുന്നത്. ശിക്കാരി ഉസ് നവജാതക്കോ ഉഠാലായ. അപ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ വേട്ടക്കാരൻ എന്ത് ചെയ്തു, ഈ നവജാത ശിശുവിനെ, അതായത് ഈ കുഞ്ഞു മാനിനെ വേട്ടക്കാരൻ കൂടെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ശിക്കാരി के बच्चों ने उसे 2-4 दिन पाला पर अंत में महादेवी जी को दे गए. അപ്പോൾ ഈ ശിക്കാരി അയാളെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ അയാളുടെ കുട്ടികൾ 2-4 ദിവസമൊക്കെ ആ മാൻകുഞ്ഞിനെ വളർത്തി പാലൊക്കെ കൊടുത്ത് വളർത്തി എന്നാണ് പറയുന്നത്. അവസാനം മഹാദേവി വർമ്മയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളർത്താനായിട്ട്. മഹാദേവി ജി കെ യഹാം ഉസ്കാ പാലൻ പോഷൻ ഹുവ और വഹി രഹ്നെ ലഗി. അങ്ങനെ മഹാദേവി വർമ്മയുടെ അടുത്ത് നമ്മുടെ സോന എന്ന് പറയുന്ന ഈ മാൻകുഞ്ഞ് വളരാൻ തുടങ്ങി. മഹാദേവി വർമ്മയാണ് പരിപാലിച്ചത്. അവസാനം അതവിടെ തന്നെ താമസിക്കാനായിട്ട് തുടങ്ങി. ധീരെ ധീരെ വ ഉനക്കെ പരിവാർ കാ അംഗ് ബൻ ഗയി. പതുക്കെ പതുക്കെ ഈ മാൻകുഞ്ഞ് മഹാദേവി വർമ്മയുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് മാറി. അപ്പോൾ ഉനക്കെ വിദ്യാപീഠ മേ അനുചാരി കെ രൂപ മേ രഹ്നെ ലഗി. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു അനുചര അല്ലെങ്കിൽ അനുചാരി എന്ന രൂപത്തിൽ മഹാദേവി വർമ്മയുടെ വിദ്യാപീഠത്തിൽ അതുപോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ നമ്മുടെ സോന താമസിക്കാനായിട്ട് തുടങ്ങി. വർഷ ബാദ് വ ബടി ഹോ ഗയി. കുറേ വർഷങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ ഈ മാൻകുഞ്ഞ് എന്ന് പറയുന്നത് ഹരിൺ ശാവക് എന്ന് പറയുന്നത് ഹിരൺ ശാവക് എന്നുള്ളത് ഹിരണിയായിട്ട് മാറി എന്ന് പറയുന്നത്. അപ്പോൾ വലിയ മാനായിട്ട് അവൾ വളർന്നു എന്ന് പറയുന്നത്. അപ്പോൾ വ ഹിരണിക്ക് പൂരി രൗമേം ദമാ ചൗക്കടി കർത്തി. അപ്പോൾ അവൾ ഈ മാൻപേട എന്ന് പറയുന്നത് പൂരി രൗമേ, അത് നല്ല സ്പീഡിൽ, ദമാ ചൗക്കടി കർത്തി, നല്ല ഓട്ടവും ചാട്ടമൊക്കെ നടത്തി എന്ന് പറയുന്നത്, കുതിച്ച് ചാടിയിരുന്നു എന്ന് പറയുന്നത് ദമാ ചൗക്കടി. പൂരി ബഗീച്ചമേ കൂതെത്തി, അതായത് തോട്ടം മുഴുവൻ അവൾ അതായത് തലയുടെ മുകളിൽ കൂടെയൊക്കെ എടുത്ത് വെച്ച് ചാടുമായിരുന്നു എന്ന് പറയുന്നത്, അത്ര ഉയരത്തിലുള്ള ചാടുമായിരുന്നു പറയുന്നത്. സംयोग से महादेवी जी को बद्रीनाथ की यात्रा पर जाना पड़ा. മഹാദേവി വർമ്മയ്ക്ക് സമ്മർ വെക്കേഷനിൽ ബദ്രീനാഥിലേക്ക് യാത്ര പോകേണ്ടതായിട്ട് വന്നു. उनके जाने के बाद सोना की देख रेख होती रही पर वह बड़ी होकर बाहर जाना चाहती थी. പക്ഷേ ഇവിടെ മഹാദേവൻ പോയതിന് ശേഷവും സോനേനെ
അവിടെ ഉണ്ടായിരുന്നവർ പരിപാലിച്ചിരുന്നു. പക്ഷേ അവൾ വലുതായി വളർന്നതുകൊണ്ട് വലിയ മാനായിട്ട് മാറിയതുകൊണ്ട് ആ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് പോകാനായിട്ട് അവൾ ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നത്. ഇസി കാരൻ വഹ ദീവാർ പാന്തനേമേം ഗിരി അവർ ഉൻസ്കി മൃത്യു ഹോഗയി. പറയുന്നുണ്ട് തോട്ടക്കാരൻ എന്ത് ചെയ്തെന്ന് പറയുന്നത്, തോട്ടത്തിൽ നല്ല നീളമുള്ള കയർ ഉപയോഗിച്ച് കെട്ടിയിട്ടു എന്ന് പറയുന്നത്. അപ്പോൾ കെട്ടിയിട്ട ആ ഒരു ബോധമില്ലാണ്ട് സാധാരണ എടുത്ത് ചാടുന്നത് പോലെ, നമ്മുടെ ചുമരിൻ്റെ മുകളിൽ എടുത്ത് ചാടുന്നത് പോലെ നമ്മുടെ സോന ഒന്ന് എടുത്ത് ചാടി അങ്ങനെ മുഖം കുത്തി നിലത്ത് വീണ് സോന മരിക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിം മൃത്യു ഹോഗയി. അങ്ങനെ ഈ മാൻ മരിക്കുകയാണ് ചെയ്യുന്നത്. വാപ്പസ് ആനെ പർ മഹാദേവി ജി കോ സൂചന മിലി തബ് ഉन्होंने തൈ കിയ കി ഹിരൺ നഹീം പാലു. തൈ കിയ എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കുക, തീരുമാനിക്കുക. ഇപ്പോൾ മടങ്ങി വന്നപ്പോൾ മഹാദേവർമ്മയ്ക്ക് വിവരം കിട്ടി. സൂചന എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കിട്ടി. എന്താണ്, അതായത് സോന എന്ന് പറയുന്ന ഈ മാൻകുഞ്ഞ് ഇങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത് ആ വിവരം കിട്ടി. സോന മരിച്ചുള്ള വിവരം കിട്ടി. അങ്ങനെ ഉന്നോനെ തയ്ക്കുക, മഹാദേവി വർമ്മനെ തയ്ക്കുക. മഹാദേവി വർമ്മ തീരുമാനിച്ചു. എന്താണ് തീരുമാനിച്ചത്? ഹിരൺ നഹീം പാലൂഹി, ഇനി മാനിനെ വളർത്തില്ല എന്ന് തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ സാരാംശത്തിൽ കിടക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഓം പ്രകാശ് വാൽമീകിയുടെ ഒരു രചനയുണ്ട്. ദളിത് സാഹിത്യകാരനാണ്. ദളിത് സാഹിത്യത്തിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ദളിതനാണ്. അതുകൊണ്ട് തന്നെ ഒരു ദളിതർക്ക് വേണ്ടിയിട്ടുള്ളൊരു രചന, ദളിത് സാഹിത്യം, ശവയാത്ര എന്ന് പേരിട്ടുള്ള ഒരു കഥയാണ് നമുക്കിനി പഠിക്കാൻ നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മളെടുത്തു സദാചാർക്ക താബീസ് എടുത്തു. നെക്സ്റ്റ് സോന ഹിരണി. അടുത്തത് നമ്മൾ ഓം പ്രകാശ് വാൽമീകിയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓം പ്രകാശ് വാൽമീകിയെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, പ്ലസ് ടുവിലൊക്കെ വേണമെങ്കിൽ പഠിച്ചിട്ടുണ്ടാകും. ഓം പ്രകാശ് വാൽമീകി ദളിത് സാഹിത്യകാരനാണ്. ഇംഗ്ലീഷിലൊക്കെ പഠിക്കാനുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഓം പ്രകാശ് വാൽമീകിയെ കുറിച്ചൊരു പരിചയപ്പെടൽ ഇതിൽ കിടക്കുന്നുണ്ട്, നമ്മുടെ ബുക്കിലുണ്ട്, 25ാമത്തെ പേജിലുണ്ട്. അപ്പോൾ ഓം പ്രകാശ് വാൽമീകി, അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ओम प्रकाश वाल्मीकि का जन्म 30 जून 1950 को ग्राम बरला, जिला मुजफ्फरनगर, उत्तर प्रदेश में हुआ. ഓം പ്രകാശ് വാൽമീകിയുടെ ജനനം അതായത് 1950 ജൂൺ 30 ഉത്തർപ്രദേശിലെ മുസഫർനഗർ ജില്ലയിലെ ബർല എന്നു പേരുള്ള ഗ്രാമത്തിൽ 1950 ജൂൺ 30 ജനിച്ചു. ഇവിടെ പറയുന്നുണ്ട് ഓം പ്രകാശ് एक അച്യുത് വാൽമീകി പരിവാർ മേ ജന്മ ഹുവ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം നമുക്ക് എന്താ പറയുക, തൊട്ടുകൂടായ്മ നിലനിന്നിരുന്നൊരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കാലഘട്ടത്തിൽ, അതായത് അങ്ങനൊരു വാൽമീകി പരിവാറിനെ ജന്മം, വാൽമീകി കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറയുന്നത്. ദളിതനായിരുന്നു, അതാണ് നമ്മൾ തൊടാൻ പാടില്ല എന്നുള്ളൊരു ഇതിൽ വരുന്നത്. ആപ്കാ ബച്പൻ സാമാജിക് ഏവം ആർത്തിക് കഠിനായോ മേ ബീത. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, സാമൂഹികവും ആർത്തിക ധനപരമായിട്ടുള്ള കഠിനായോമേ ബീത്ത, ബുദ്ധിമുട്ടുകളിൽ കൂടിയാണ് അദ്ദേഹം കടന്നുപോയത് അല്ലെങ്കിൽ കഴിഞ്ഞുകൂടിയത്. ഇപ്പോൾ വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അവസ്ഥ, സാമൂഹികമായിട്ടുള്ള തടസ്സങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ കൂടി വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഓം പ്രകാശ് വാൽമീകി. ആപ്നെ MA തക് ശിക്ഷാലി, അദ്ദേഹം MA വരെ പഠിച്ചു എന്ന് പറയുന്നത്. നമ്മൾ മുൻപ് ഒരു ദളിതനെക്കുറിച്ച് വേണ്ടി നമുക്ക് കേട്ടിട്ടുണ്ടാകും. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയുണ്ടാക്കിയിട്ടുള്ള ഒരാളുണ്ട്, ഡോക്ടർ BR അംബേദ്കർ, ഭീമറാവു അംബേദ്കർ. അദ്ദേഹം അതുപോലെ തന്നെ വളരെയധികം കഷ്ടപ്പാടുകൾ കൂടി പഠിച്ച് ഉയർന്നു വന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടുകളോടെ കടന്നുപോയത്. അപ്പോൾ അതായത് ദളിതനായിരുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം അവനെ MA തക് ശിക്ഷ അതായത് MA വരെ വിദ്യാഭ്യാസമുണ്ട്. ശിക്ഷ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ. പിന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പഠനം മുഴുവൻ अपनी शिक्षा अपने गाँव और ഡെറാഡൂൺ സെ പ്രാപ്തിക്ക് എന്ന് പറയുന്നുണ്ട്. അത് ബുക്കിലില്ല, പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്വന്തം ഗ്രാമത്തിൽ നിന്നും അതുപോലെ തന്നെ ഡെറാഡൂണിൽ അവിടെ നിന്നാണ് വിദ്യാഭ്യാസം നേടിയതെന്നാണ് പറയുന്നത്. സ്വന്തം ഗ്രാമത്തിൽ നിന്നും ഡെറാഡൂണിൽ നിന്നുമാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്.
पढ़ाई के दौरान उन्हें अनेक आर्थिक सामाजिक मानसिक कष्ट व उत्पीड़न झेलने पड़े. അപ്പോൾ പഠായിക്ക് ദൗരാൻ എന്ന് പറയാൻ പഠന കാലയളവിൽ, അതായത് പഠിക്കുന്ന ആ സമയത്ത്, ദൗരാൻ എന്ന് പറഞ്ഞാൽ സമയത്തിലെ കാലയളവിൽ, ആ കാലത്ത് ഉന്നെ അദ്ദേഹത്തിന് അനേകം ആർത്തിക് ഫൈനാൻഷ്യലായിട്ടുള്ളത്, സാമൂഹികമായിട്ടുള്ളത്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഉത്പീഡൻ ജയിലിനെപ്പടെ, ഒരുപാട് പീഡനങ്ങൾ അദ്ദേഹത്തിന് ജയിലിനെപ്പടെ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ പഠന മേഖലയിലായാലും പഠിക്കുന്ന സമയത്തായാലും ഒരുപാട് കഷ്ടപ്പാടുകൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പീഡനങ്ങളൊക്കെ അദ്ദേഹത്തിന് ഏൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. वाल्मीकि जी जब कुछ समय तक महाराष्ट्र में रहे तो वहाँ दलित लेखकों के संपर्क में आए और उनकी प्रेरणा से डॉक्टर भीमराव अंबेडकर की रचनाओं का अध्ययन किया. वाल्मीकि जी, ओम प्रकाश वाल्मीकि കുറച്ച് കാലത്തോളം മഹാരാഷ്ട്രയിൽ താമസിച്ചു. ആ സമയത്ത് ദളിത് ലേഖകർക്ക് സമ്പർക്കമായ, അവിടെ ദളിതരായിട്ടുള്ള ലേഖകന്മാരായിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ടായി എന്ന് പറയുന്നത്, അവരുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായി. അങ്ങനെ ഉൻകി പ്രേരണാസെ, അപ്പം മറ്റുള്ള ദളിതരായിട്ടുള്ള ലേഖകന്മാരുടെ അവരുമായിട്ട് ബന്ധപ്പെടാനും അവരുടെ പ്രേരണ കൊണ്ട് ഡോക്ടർ ഭീമറാവ് അംബേദ്കർക്ക് രചനാവുക്ക് അധ്യയനം ചെയ്യാം. ഡോക്ടർ ഭീമറാവ് അംബേദ്കറിൻ്റെ, അതായത് ഡോക്ടർ BR അംബേദ്കറിൻ്റെ രചനകൾ അദ്ദേഹത്തിന് പഠിക്കാനായിട്ട് സാധിച്ചു. इससे आपकी रचना दृष्टि में बुनियादी परिवर्तन आया. അപ്പോൾ ഡോക്ടർ BR അംബേദ്കറിൻ്റെ രചനകൾ വായിക്കാൻ സാധിച്ചു. അതിൽ നിന്നാണ് ആപ്കി രചനാ ദൃഷ്ടിമേ, അദ്ദേഹത്തിൻ്റെ രചനാ കാഴ്ചപ്പാടിലെ എന്താ പറയുന്നത്, ബുനിയാദി പരിവർത്തനമായ, ബുനിയാദി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പരിവർത്തനമായ മാറ്റങ്ങൾ വന്നത്. അപ്പോൾ ദളിതരായിട്ടുള്ള സാഹിത്യകാരന്മാരെ മഹാരാഷ്ട്രയിൽ വെച്ച് കണ്ടുമുട്ടുകയും അവരുടെ പ്രേരണ കൊണ്ട് BR അംബേദ്കറിൻ്റെ കുറേ രചനകൾ പഠിച്ചു. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് അദ്ദേഹത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ അദ്ദേഹത്തിന് ജീവിതത്തിലുണ്ടായി എന്നാണ് പറയുന്നത്. ആബ് देहरादून स्थित ऑर्डिनेंस फैक्ट्री में एक अधिकारी के पद से पदमुक्त हुए. അദ്ദേഹം ഡെറാഡൂണിൽ സ്ഥിതി ചെയ്യുന്ന ഓർഡിനൻസ് ഫാക്ടറിയിലെ അധികാരിക്ക് പദ്, ഒരു ഓഫീസറുടെ പോസ്റ്റിലിരുന്നു കൊണ്ട് അതിൽ നിന്ന് പദമുക്ത് ഹുയെ, സേവാനിവൃത്ത് ഹുയെ, റിട്ടയർഡായി എന്ന് പറയുന്നത്. അപ്പോൾ ഓഫീസറായിരുന്നു, ഓർഡിനൻസ് ഫാക്ടറിയിലെ ഒരു ഓഫീസറായിരുന്നു. അങ്ങനെ അദ്ദേഹം റിട്ടയർഡായി എന്നാണ് പറയുന്നത്. അദ്ദേഹം ജോലി ചെയ്തിരുന്നത് ഡെറാഡൂണിലാണ്. हिंदी में दलित साहित्य के विकास में ओम प्रकाश वाल्मीकि की महत्वपूर्ण भूमिका है. ഇപ്പോൾ ഹിന്ദിയിലെ ദളിത് സാഹിത്യത്തിൻ്റെ വികാസത്തിൽ, അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഓം പ്രകാശ് വാൽമീകിക്ക് വളരെ നല്ല പങ്കുണ്ടെന്ന് പറയുന്നത്. മഹത്വപൂർണ്ണ ഭൂമിക ഹെ, ഗ്രേറ്റ് റോള്, അതായത് വളരെ വലിയൊരു പങ്ക് അതിലുണ്ടെന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ദളിത് സാഹിത്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു സാഹിത്യകാരനാണ് നമ്മുടെ ഓം പ്രകാശ് വാൽമീകി. അപ്പോൾ ശരിക്കും പറയുന്നത് ദളിത് സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദളിതോं द्वारा लिखा जाने वाला സാഹിത്യ ഹി ദളിത് സാഹിത്യ ഹെ. അപ്പോൾ ദളിതർ മുഖേന എഴുതിയിട്ടുള്ള സാഹിത്യത്തെയാണ് നമ്മൾ ദളിത് സാഹിത്യം എന്ന് പറയുന്നത്. അപ്പം ദളിത് സാഹിത്യത്തിൻ്റെ ഒരു പ്രവർത്തകനാണ്, ഫേമസ് ആയിട്ടുള്ള വളരെ മഹത്വപൂർണ്ണമായിട്ടുള്ള റോള് വഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ഓം പ്രകാശ് വാൽമീകി എന്ന് പറയുന്നത്. അപ്പോൾ വാൽമീകിയുടെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ്: ദളിതോं द्वारा लिखा जाने वाला സാഹിത്യ ഹി ദളിത് സാഹിത്യ ഹെ. ദളിതർ മുഖേന എഴുതുന്ന സാഹിത്യത്തെ എന്നാണ് നമ്മൾ ദളിത് സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ വളരെ നല്ല പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഓം പ്രകാശ് വാൽമീകി. आपने अपने लेखन में जातीय अपमान और उत्पीड़न का जीवंत वर्णन किया है और भारतीय समाज के कई अनछुए पहलुओं को पढ़ के समक्ष प्रस्तुत किया है. आपने अपने लेखन में, അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ ജാതീയ അപമാനം, ജാതിപരമായിട്ടുള്ള അപമാനം, और उत्पीड़न, അവരെ ചൂഷണം ചെയ്യുക, ഇതിൻ്റെ ജീവന്ത് വർണ്ണനയാഹെ, ജീവനുള്ള വർണ്ണനയാണ്
അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ കാണാം. ജാതിപരമായിട്ടുള്ള അപമാനങ്ങളും വേദനകളുമാണ് അദ്ദേഹത്തിൻ്റെ വർണ്ണനയിൽ കാണാം. ഭാരതീയ സമാജ് കെ കൈ അൺചുവേ പഹലുവോं को, നമ്മുടെ ഭാരതീയ സമൂഹത്തിൻ്റെ, നമ്മുടെ സൊസൈറ്റിയുടെ പലതരത്തിലുള്ള അൺചുവേ, നമുക്ക് തൊടാൻ പറ്റാത്ത, പഹലുവോं को വശങ്ങൾ, അത് പാഠകെ സമക്ഷ്, വായനക്കാരുടെ മുൻപിൽ, പാഠകെ സാമനെ, പാഠകം എന്ന് പറഞ്ഞാൽ വായനക്കാരെ, കെ സാമനെ പ്രസ്തുത കിയാ ഹെ, പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മുടെ സൊസൈറ്റി നേരിടുന്ന ഒരുപാട് കാര്യങ്ങളെ വായനക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ഓംപ്രകാശ് വാൽമീകിക്ക് സാധിച്ചിട്ടുണ്ട്. आपका मानना है कि दलित ही दलित की पीड़ा को बेहतर ढंग से समझ सकता है और वही उस अनुभव की प्रामाणिक अभिव्यक्ति कर सकता है. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദളിത് ഹി ദളിത് കി പീഡാക്കോ, ദളിതൻ തന്നെയാണ് ഒരു ദളിതൻ്റെ വേദനയെ എന്താ പറയുന്നത്, ബെഹതർ ടങ് സെ, നല്ല രീതിയിൽ, സമജ് സക്താ ഹെ, മനസ്സിലാക്കാൻ കഴിയുന്നവൻ. അപ്പം നമ്മുടെ കാര്യങ്ങൾ, അതായത് നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് അത് കൂടുതലായിട്ട് അറിയാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. और वही उस അനുഭവ് की പ്രാമാണിക അഭിവ്യക്തി കർ സക്താ ഹെ, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വളരെ പ്രൂഫോട് കൂടിയിട്ടുള്ള വ്യക്തമാക്കലാണ് അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു ദളിതൻ നേരിടുന്ന അവഗണന, അപമാനം, വേദനകൾ, ചൂഷണം, ഇതെല്ലാമാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വ്യക്തമാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. आपने सृजनात्मक साहित्य के साथ साथ ആലോചനാത്മക ലേഖൻ ബി കിയാ ഹെ, അദ്ദേഹം സൃജനാത്മക സാഹിത്യക്ക് സാത്ത്, അതായത് രചനാപരമായിട്ടുള്ള അല്ലെങ്കിൽ രചനാത്മകമായിട്ടുള്ള സാഹിത്യത്തിനോടൊപ്പം തന്നെ ആലോചനാത്മക ലേഖൻ ബി, അതായത് വിമർശനപരമായിട്ടുള്ള ലേഖനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആപ്കി ഭാഷ സഹജ്, തഥ്യപൂർണ്ണ और आवेगमयी है जिसमें व्यंग्य का गहरा पुट भी दिखता है. അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് സാധാരണ ഭാഷയാണ്, തഥ്യപൂർണ്ണ, അതായത് യാഥാർത്ഥ്യം നിറഞ്ഞിട്ടുള്ളതാണ്, ആവേഗമയി ഹെ, ഒഴുക്കോട് കൂടിയ ഭാഷയാണ്, അതായത് സത്യത്തെ മുൻനിർത്തിയിട്ടുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ജിസ്മേ വ്യംഗ്യക്ക ഗഹര പുട്ട് പിദിക്താ ഹെ, അതിൽ വ്യംഗ്യത്തിൻ്റേതായിട്ടുള്ള വളരെ ആഴമേറിയിട്ടുള്ള ഒരു മറ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എന്താ പറയുക, സത്യത്തെ മുൻനിർത്തിക്കൊണ്ട്, അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വളരെ ഒഴുക്കോടുകൂടി സാധാരണ രീതിയിൽ, അതായത് വ്യംഗ്യത്തിനോടെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രചനയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നാടകം കെ അഭിനയ് അവർ നിർദ്ദേശൻ മേ ബി ആപ്കി രുചി തി. ഇപ്പോൾ നാടകങ്ങൾ അഭിനയിക്കാനും അതിൻ്റെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യുന്നതിലും അദ്ദേഹത്തിന് രുചി തി, ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നു. अपनी आत्मकथा जूठन के कारण आपको ഹിന്ദി സാഹിത്യമേ പേഴ്സൺ और പ്രതിഷ്ഠ മിലി. അദ്ദേഹത്തിൻ്റെ ആത്മകഥ, ഒരു ആത്മകഥയാണ് ജൂട്ടൻ എന്ന് പറയുന്നത്. ഈ ജൂട്ടൻ എന്ന് പറയുന്ന ആത്മകഥ കാരണം നമ്മുടെ ഓംപ്രകാശ് വാൽമീകിക്കോ ഹിന്ദി സാഹിത്യമേ പേഴ്സൺ और പ്രതിഷ്ഠ മിലി. ഈ ഒരു ആത്മകഥ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹിന്ദി സാഹിത്യത്തിലെ അദ്ദേഹത്തെ അറിയപ്പെടുന്നൊരു വ്യക്തിയാക്കി മാറ്റാനും അവർ പ്രതിഷ്ഠ മിലി, ഒരുപാട് റെസ്പെക്റ്റ് കിട്ടാനും സാധിച്ചു. ഈ ഒരൊറ്റ ആത്മകഥയുടെ പേരാണ് ജൂട്ടൻ. 1993 में डॉक्टर अम्बेडकर राष्ट्रीय पुरस्कार और 1995 में परिवेश सम्मान साहित्य भूषण पुरस्कार से अलंकृत किया गया है. അപ്പോൾ ഇവിടെ പറയാണ് 1993 ഡോക്ടർ അംബേദ്കർ നാഷണൽ അവാർഡ്, അതുപോലെ തന്നെ 1995 പരിവേഷ് സമ്മാൻ, അതുപോലെ തന്നെ സാഹിത്യഭൂഷൺ കിട്ടിയിട്ടുണ്ട്. സാഹിത്യഭൂഷൺ കിട്ടിയത് സാഹിത്യഭൂഷൺ പുരസ്കാർ
2008 से 2009 അതായത് 2008-2009 കാലഘട്ടത്തിലാണ് ഉനെ സാഹിത്യ ഭൂഷൺ പുരസ്കാർ സെ അലങ്കൃത് കിയാ ജാ ചുകാ ഹെ. അദ്ദേഹത്തെ സാഹിത്യഭൂഷൺ കൊടുത്തിട്ട് റെസ്പെക്റ്റ് ചെയ്തത് 2008-2009 കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ വേറെ അനേകം പുരസ്കാരങ്ങളുണ്ട്. ഇവിടെ പറയുന്നുണ്ട് 2001 കഥാക്രം സമ്മാൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2004 ന്യൂ ഇന്ത്യ ബുക്ക് പുരസ്കാർ കിട്ടിയിട്ടുണ്ട്. 2006 8വാം വിശ്വ ഹിന്ദി സമ്മേളൻ ന്യൂയോർക്ക്, അത് അമേരിക്കയിൽ, അവിടുന്ന് ആദരവ് എന്താ പറയുക പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. സാഹിത്യഭൂഷൺ 2008-2009 സാഹിത്യഭൂഷൺ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനേക രാഷ്ട്രീയ അന്താരാഷ്ട്രീയ സെമിനാറും ഭാഗീദാരി, ഒരുപാട് നാഷണൽ ഇൻ്റർനാഷണൽ സെമിനാറുകളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് എന്താ പറയുക സമ്മാനങ്ങളും പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ജൂട്ടൻ എന്ന പേരുള്ള ഒരു ആത്മകഥയുണ്ട്. അതിൽ നിന്നാണ് അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള മാന്യതകളും ആദരവൊക്കെ കിട്ടിയെന്ന് പറയുന്നത്. ഇനി 17 नवंबर 2013 को डेहराडून में आपका निधन हो गया. അപ്പോൾ 1950 ജൂൺ 30 ജനിച്ചു. 2013 നവംബർ 17 ഡെറാഡൂണിൽ വെച്ച് അദ്ദേഹം മരിച്ചു എന്നാണ് പറയുന്നത്. ഇൻകാ നിധൻ ഹോഗയ, മൃത്യു ഹോഗയ, അദ്ദേഹം മരിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട രചനകളുടെ പേരോട് കൊടുക്കുന്നുണ്ട്. ആപ്കി പ്രമുഖ രചനായി, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ, ആദ്യത്തെ കുറച്ച് രചനകളുണ്ട്, കവിതയുണ്ട്, ആത്മകഥയുണ്ട്, കഹാനിയുണ്ട്, അങ്ങനെ ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ നാടകമുണ്ട്, വിമർശനമുണ്ട്, അങ്ങനെ ഒരുപാട് പ്രമുഖ രചനകളുണ്ട്. അതേതാ നോക്കാം. സദിയോം കാ സന്താപ്, ബസ് ബഹുത് ഹോ ചുക, അബ് ഔർ നഹീ, ശബ്ദ ജൂട്ട് നഹീം ബോൾത്തെ, ചൈനിത് കവിതായി, അത് കവിതാ സംഗ്രഹമാണ്, ഇതല്ല കവിതാ സമാഹാരമാണ്. നെക്സ്റ്റ് സലാം, ഗുസ് പൈറ്റിയെ, അമ്മ ആൻഡ് അതർ സ്റ്റോറീസ്, ചത്തരി, ഇത് കഹാനി സംഗ്രഹമാണ്, കഥാസമാഹാരങ്ങളാണ്. അപ്പോൾ കവിതാ സമാഹാരങ്ങളുണ്ട്, കഥാസമാഹാരങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ജൂട്ടൻ എന്നു പേരുള്ള ഒരു ആത്മകഥ പറഞ്ഞു, ജൂട്ടൻ ആത്മകഥ. അതുപോലെ തന്നെ ദളിത് സാഹിത്യ കാ സൗന്ദര്യശാസ്ത്ര, മുഖ്യധാര ഔർ ദളിത് സാഹിത്യ, സഫായി ദേവത, ദളിത് സാഹിത്യ, അനുഭവ്, സംഘർഷ് ഏവം യഥാർത്ഥ്. അപ്പോൾ അത് ആലോചന തന്നെ വിമർശനമാണ്, ക്രിറ്റിക്സാണ്. ഇപ്പോൾ നമ്മൾ ദളിത് വിമർശനത്തിൻ്റേതായിട്ടുള്ള രചനകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ ദോ ചെഹരെ ഉസേ വീർ ചക്രം മിലാത്ത, ഇത് നാടകമാണ്. അപ്പോൾ നാടകം നമ്മൾ നേരത്തെ പറഞ്ഞു, നാടകം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, ഡയറക്ഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ പറയുന്നുണ്ട് അന്യ 60 से अधिक നാടകോं में അഭിനയ്, 60-ലധികം നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ മഞ്ചൻ ഏവം നിർദ്ദേശൻ, ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്, സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ബഹുമുഖി പ്രതിഭ എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ കവിതയൊക്കെ നമുക്ക് മുന്നത്തെ ബേസുകളിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു, ഓംപ്രകാശ് വാൽമീകിയുടെ. അപ്പോൾ ദളിതരെക്കുറിച്ച്, അതായത് ദളിതർക്ക് തന്നെയാണ് ദളിതരെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കുക. അവരൊറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹം നേരിട്ട അപമാനങ്ങൾ, അവഗണനകൾ, വേദനകൾ, ചൂഷണം, ഇതെല്ലാം കഥയായിട്ടും അതുപോലെ തന്നെ കവിതയായിട്ടൊക്കെ അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഓംപ്രകാശ് വാൽമീകിയുടെ നമുക്ക് എടുക്കാൻ പോകുന്ന രചനയുടെ പേര് ശവയാത്ര എന്നാണ് പറയുന്നത്. ഇതിൽ പറയുന്നത്, ഈ ശവയാത്രയിൽ തന്നെ പറയുന്നുണ്ട്, ഇവിടെ ദളിത് വിമർശമാണ് ഈ രചന എന്ന് പറയുന്നത്. ഇവിടെ ദളിത് നേതാ ജഹാൻ ദളിതോं के उद्धार की തമാം ബാത്തേം കർത്തേ ഹേ. അപ്പോൾ ദളിതരുടെ നേതാവ് തന്നെയാണ് ദളിതരെ ഉദ്ധരിക്കുന്നതിന്, അയാൾക്ക് പുരോഗമനം ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അവരാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ ദളിത് ഹി ദളിത് കാ വിരോധർ ശോഷണം, ഇവിടെ പറയുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നതാണ്, ചില സ്ഥലങ്ങളിൽ നമ്മൾ പറയുന്നത് ദളിതർ തന്നെ ദളിതരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ, അവരെ എതിർക്കുന്ന അവസ്ഥ. അപ്പോൾ ഇതിൽ നമ്മൾ ദളിതരിൽ തന്നെ പല വിഭാഗങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്.
ദളിതോं में ചമാറുണ്ട്, ചാട്ടമുണ്ട്, ബൽഹാറുണ്ട്. ഇതെല്ലാം നിമ്ന ജാതികളാണ്, ദളിതരിൽ പെട്ടവരാണ്. ഈ 3 വിഭാഗത്തിലും വെച്ച് ചമാർ എന്ന് പറയുന്നതാണ് ഒന്നുകൂടി ഉയർന്ന ജാതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഉയർന്നവരും താഴ്ന്നവരും ഇതിലുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ജാതിപരമായിട്ടുള്ള എന്താ പറയുക ചൂഷണം ചെയ്യൽ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ചമാറ്, ചാട്ട്, ബൽഹാർ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും താഴ്ന്ന ജാതി എന്ന് പറയുന്നത് ബൽഹാറാണ്. അതിൽ ഉയർന്ന ജാതി എന്ന് പറഞ്ഞാൽ ചമാറാണ്. അപ്പം അങ്ങനെയുള്ളൊരു ബൽഹാർ പരിവാർ की एक कहानी है यहाँ ശവയാത്ര. ഇപ്പോൾ ബൽഹാർ എന്ന് പറയുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ കഥയാണ് നമ്മുടെ ശവയാത്ര എന്നുള്ളത്. സുർജ എന്നാണ് അതിലെ പ്രധാനപ്പെട്ട ഒരാളതിൽ, സുർജയാണ്. അപ്പോൾ അയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ് നമ്മുടെ ഈ ശവയാത്രയിൽ നടക്കുന്നത്. ദളിതർ തന്നെയാണ് ദളിതരെ ചൂഷണം ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഇതിലെടുത്ത് പറയുന്നത്. അതിൽ തന്നെ ഉയർന്നവരും താഴ്ന്നവരും എന്നുള്ള വ്യത്യാസം വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓം പ്രകാശ് വാൽമീകിക്ക് एक ദളിത് സാഹിത്യ ഹേ അല്ലെങ്കിൽ ദളിത് കഹാനി ഹേ ശവയാത്ര. ഓക്കെ, താങ്ക് യു.